വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ ഉളിയത്തടുക്ക ഹിദായത്ത് നഗറിൽ ജനകീയ സമരസംഗമം സംഘടിപ്പിച്ചു. മാസങ്ങളായി തുടരുന്ന അതിരൂക്ഷമായ പൊടിപടലങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹമായിട്ടും നടപടി സ്വീകരിക്കാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെയും കരാറുകാരന്റെയും ധിക്കാരപരമായ നിലപാടിനെതിരെയാണ് നാടൊരുമിച്ച് പ്രതിഷേധിച്ചത്. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ ഹിദായത്ത് നഗറിൽ ജനകീയ സമരസംഗമം സംഘടിപ്പിച്ചു. മാസങ്ങളായി തുടരുന്ന അതിരൂക്ഷമായ പൊടിപടലങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹമായിട്ടും നടപടി സ്വീകരിക്കാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെയും കരാറുകാരന്റെയും ധിക്കാരപരമായ നിലപാടിനെതിരെയാണ് നാടൊന്നിച്ചത്. പല വീടുകളിലും കുട്ടികളും വയോധികരും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രികളിലാണ്. കൊറോണ കാലത്തേക്കാൾ ഭീകരമായ അവസ്ഥയാണ് നിലവിൽ പ്രദേശത്തുള്ളതെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ PWD ഓഫീസ് മാർച്ചടക്കമുള്ള അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംഗമം മുന്നറിയിപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അദ്മിനാസ് ഹബീബ് സമരം ഉദ്ഘാടനം ചെയ്തു. സിമന്റ് പോലെയുള്ള അതുപോലെ പാറപ്പൊടികളൊക്കെയുള്ള പൊടികൾ ഇവിടുത്തെ പരിസര പ്രദേശത്തുള്ള വീടുകളിലേക്ക് അടിക്കാൻ തുടങ്ങിയതോടുകൂടി ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ആവുന്ന രീതിയിലാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സമരസംഘവുമായി ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വന്നത്. സമിതി കോർഡിനേറ്റർ ഹബീബ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുഞ്ഞി ഹിദായത്ത് നഗർ സ്വാഗതം പറഞ്ഞു. സയ്യിദ് പൂക്കായ തങ്ങൾ മുട്ടത്തൊടി, മധൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഖൈറുനിസ മുഹമ്മദ് ബേർക്ക, അബ്ദുസമദ് SP നഗർ, PA ജലീൽ, മുഹമ്മദ് ബേർക്ക, LH ലത്തീഫ്, MA ഖലീൽ, അർഷാദ് SP നഗർ, ഇബ്രാഹിം കരിമ്പള, മുഹമ്മദ് പുളിക്കൂർ, AM മഹമ്മൂദ് അടുക്കത്തിൽ, അബ്ബാസ് കൊടിയൽ, ഹാരിസ് SP നഗർ, അഷ്റഫ് പാറ, നവാസ്, മജീദ് BH, ഗഫൂർ കടേക്കാൽ, അച്ചു SP നഗർ, റഹീം NA, മുഹമ്മദ് അലി, കലന്തർ, ഷൗക്കത്ത് അലി തിർക്കണ്ടം, ഇബ്രാഹിം, കബീർ കടേക്കാൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ലോകത്തെ തന്നെ ഏറ്റവും പിടിച്ചുകുലുക്കിയ കൊറോണ വന്നതിന് ശേഷം SP നഗർ, ഹിദായത്ത് നഗർ, കോപ്പ പ്രദേശത്തുള്ള ജനങ്ങൾ മാസ്ക് ധരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെ പ്രതീക്ഷയോടെ ശ്രീ NA നെല്ലിക്കുന്ന് MLA ശക്തമായ ഇടപെടലിലൂടെ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ച് മെക്കഡാം ചെയ്യുകയും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറയുമ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ജോലി തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും കോൺട്രാക്ടറുടെ താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് ഇങ്ങനെ മതി എന്ന ഒരു മനസ്സിലാക്കിയതിൻ്റെയോ അടിസ്ഥാനത്തിൽ ജോലികളിൽ വളരെയധികം മെല്ലെ പോക്ക് നയം കൊണ്ട് ഇവിടുത്തെ മനുഷ്യർ പൊടിപടലങ്ങൾ കഴിക്കുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ റംസാൻ മാസമാണിത്. ഈ മാസത്തിൽ ഇവിടുത്തെ കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരൊക്കെ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. പെട്രിബിക്സും അതുപോലെ GSB ഒക്കെ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സിമൻറ്റ് മിശ്രിതം അടക്കം വായുവിലെ കൂടി കലർന്ന് ഇവിടുത്തെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനൊരു സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നത്. ഈ സമരത്തിൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുമുണ്ട്. ഇത്തരം ഒരു ദുരന്തത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടി ബഹുമാനനായ MLA കാണുകയും മറ്റു ഉദ്യോഗസ്ഥന്മാരെ കാണുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടർക്ക് കൃത്യമായി വെള്ളം തളിച്ചു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടും ഒരു വകയും വെക്കാതെ ആ മനുഷ്യർ ദുരിതം അനുഭവിച്ചാൽ പ്രശ്നമില്ല എന്ന രീതിയിലേക്ക് കോൺട്രാക്ടർ പോയതുകൊണ്ട് ഒരു ശക്തമായ സമരവുമായാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ കോൺട്രാക്ട് എടുത്ത
MA ഇക്ബാൽ എന്ന വ്യക്തി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ മനുഷ്യരുടെ, ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ രൂപീകരിച്ചു വരുന്നത്. മനുഷ്യ സഹജമായ പ്രശ്നങ്ങൾ കൊണ്ട് ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ മനുഷ്യരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന, മാനുഷിക പരിഗണന കൊടുത്ത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.